വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ ചാനൽ. 2022 ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ബയോളജി എക്സാമിനേഷൻ നടന്നത് ജൂണിലാണ്. ബയോളജി ആനുവൽ എക്സാമിനേഷനിലെ സുവോളജി പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വളരെ വിശദമായി തന്നിരിക്കുന്നു ഈ വീഡിയോയിൽ. പാർട്ട് 3യിലാണ് ബയോളജി വരുന്നത്. ബയോളജിയിൽ ബോട്ടണി, സുവോളജി എന്നീ 2 വിഷയങ്ങൾ കൂടിയതാണ്. മാക്സിമം സ്കോർ 60 ആണ്. ടൈം 2 hours ആണ്. കൂൾ ഓഫ് ടൈം 15 minutes, പ്രിപ്പറേറ്ററി ടൈം 10 minutes. ഇതിൽ ബോട്ടണിക്ക് 1 hourഉം സുവോളജിക്ക് 1 hourഉം റിട്ടൺ ടൈമായിട്ട് എഴുതാനുള്ള സമയം മാത്രമായിട്ട് തന്നിരിക്കുന്നു. അതിന് പുറമെ 15 minute കൂൾ ഓഫ് തന്നിരിക്കുന്നു. പ്രിപ്പറേറ്ററി ടൈമായിട്ട് ഒരു 10 minute കൂടി ബോട്ടണി പരീക്ഷയ്ക്കും സുവോളജി പരീക്ഷയുടെയും ഇടയിലായിട്ട് തരുന്നുണ്ട്. സോ കൂൾ ഓഫ് ടൈം ആൻഡ് പ്രിപ്പറേറ്ററി ടൈം ഉൾപ്പെടെ ടോട്ടൽ ടൈം ഈസ് 2 hours 25 minutes. ബയോളജി പരീക്ഷയിൽ ആദ്യത്തെ 1 മണിക്കൂർ ബോട്ടണിയും രണ്ടാമത്തെ 1 മണിക്കൂർ സുവോളജിയും എഴുതണം. അത് തിരിച്ച് ആരും എഴുതരുത്. ആദ്യം ബോട്ടണി, പിന്നീട് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം സുവോളജി എഴുതണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഉള്ള പോലെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിയമങ്ങൾ പാലിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. പാർട്ട് ബി സുവോളജി, മാക്സിമം സ്കോർ 30, ടൈം 1 hour. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിലേക്ക് എഴുതി പഠിക്കുകയും വേണം. +1 +2 സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകളും ചാപ്റ്റർ വൈസ് നോട്ട്സും എല്ലാം യൂട്യൂബ് വീഡിയോ ആയിട്ട് സുനൂസ് ബയോസിലുണ്ട്. അത് എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ബയോളജിയിൽ നല്ല സ്കോർ ലഭിക്കാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. സുവോളജി ക്വസ്റ്റ്യൻസ് 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, ആൻസർ എനി 3 questions ഫ്രം 1 to 4. ഈച്ച് ക്യാരീസ് 1 score. സോ സ്കോർ ഈസ് 3 into 1, 3. Second part is answer any 9 questions from 5 to 17. Each carries 2 scores. So total score is 9 into 2, 18 scores. Third section is answer any 3 questions from 18 to 22. Each carries 3 scores. അതായത് 3 into 3, 9 scores. അങ്ങനെയാണ് ടോട്ടൽ 30 സ്കോർസ് വരുന്നത്. സോ ഫസ്റ്റ് സെഷൻ 1 mark question. Answer any 3 questions from 1 to 4. Each carries 1 score. 3 into 1, 3. Question number 1. Pick out the pro-enzyme present in gastric juice from the following: trypsinogen, procarboxypeptidase, pepsinogen, amylase. 1 മുതൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പ്രോ എൻസൈം ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ട്രിപ്സിനോജൻ, പ്രോകാർബോക്സിപെപ്റ്റിഡേസ്, പെപ്സിനോജൻ, അമിലേസ്. ഗ്യാസ്ട്രിക് ജ്യൂസാണ്, സ്റ്റൊമക്കിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. സോ the enzyme produced in the gastric juice is pepsin. Pepsin is in the inactive form called pepsinogen. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോ എൻസൈം അല്ലെങ്കിൽ ഇനാക്റ്റീവ് എൻസൈം ആണ്. സോ പെപ്സിനോജൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കോൾഡ് ഡാഷ്. അണ്ടോത്സർജനത്തിന് ശേഷം പൊട്ടുന്ന പുടകങ്ങൾ അല്ലെങ്കിൽ ഫോളിക്കിൾ ഡാഷ് ആയി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ആൻസർ ഈസ് കോർപ്പസ് ലൂട്ടിയം. ഓവുലേഷന് ശേഷം ഓവം ഓവറിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് അറിയപ്പെടുന്നത് കോർപ്പസ് ലൂട്ടിയം എന്ന പേരിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. നെയിം ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്. ജന്തുലോകത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന മാംസ്യത്തിൻ്റെ പേര് എഴുതുക. ആൻസർ ഈസ് കൊലാജൻ. കൊലാജൻ എന്ന പ്രോട്ടീനാണ് ആനിമൽ വേൾഡിൽ ധാരാളമായി കാണപ്പെടുന്ന പ്രോട്ടീൻ. ആൻസർ ഈസ് കൊലാജൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്. ഗ്രാഫ് തിരിച്ചറിയുക.
ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ മില്ലിമീറ്റർ മെർക്കുറി ഈസ് ഗിവൺ. വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് ഗിവൺ. ഈ ഗ്രാഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. സോ ദ ഗ്രാഫ് ഈസ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. പാർട്ട് 2. ആൻസർ എനി 9 questions from 5 to 17. ഈച്ച് carries 2 scores. 5 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരമെഴുതുക. 2 സ്കോർ വീതം. Question number 5. Mention 2 functions of the following. A. Gills in mollusca. B. Flame cells in platyhelminthes. താഴെ തന്നിരിക്കുന്നവയിൽ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ പരാമർശിക്കുക. എ. മൊളസ്കയിലെ ശകുലങ്ങൾ. ബി. പ്ലാറ്റിഹെൽമിന്തസിലെ ജ്വാലാകോശങ്ങൾ. ആൻസർ നോക്കാം. ഫങ്ഷൻ ഓഫ് ഗിൽസ് ഇൻ മൊളസ്ക. ബ്രീത്തിങ് ഓർ റെസ്പിറേഷൻ, ഫസ്റ്റ് വൺ. എക്സ്ക്രീഷൻ, സെക്കൻഡ് വൺ. ബി. ഫങ്ഷൻസ് ഓഫ് ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ്. എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. 2 ഫങ്ഷൻ വീതം ഓരോന്നിനും എഴുതിയാൽ മാത്രമേ 2 മാർക്ക് കിട്ടുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. How does exocrine glands differ from endocrine glands? Name 2 secretions of exocrine glands. ബഹിർസ്രാവി ഗ്രന്ഥികൾ അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ബഹിർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുടെ പേരെഴുതുക. ആൻസർ. Exocrine glands have ducts or tubes for secretion. They are ducted glands. Example for secretion of exocrine glands: saliva, mucus, earwax, sebum. Exocrine glands ആണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ. അവയുടെ സെക്രീഷൻസ് ഡക്ട്സിലൂടെ അല്ലെങ്കിൽ കുഴലിലൂടെയാണ് ഒഴുകുന്നത്. Endocrine glands do not have ducts or tubes for secretion. They are ductless glands. എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല, എന്നാലും ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ ഫോർ സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്: ഹോർമോൺസ്. റൈറ്റ് എനി 2 ഹോർമോൺസ്: അഡ്രീനാലിൻ, ഗ്രോത്ത് ഹോർമോൺ, ഓക്സിറ്റോസിൻ. ഈ ചോദ്യത്തിൽ ബഹിർസ്രാവി ഗ്രന്ഥികളുടെ സെക്രീഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 7. മാച്ച് ദ ഫോളോയിങ്. 2 കോളം തന്നിട്ടുണ്ട്. ബ്ലഡ് സെൽസ്, ഫങ്ഷൻസ്. ബ്ലഡ് സെൽസിൽ എ. ന്യൂട്രോഫിൽസ്, ബി. ബേസോഫിൽസ്, സി. എസ്നോഫിൽസ്, ഡി. ലിംഫോസൈറ്റ്സ്. ഫങ്ഷൻസ് തന്നിരിക്കുന്നത്: 1. ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. 2. ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് ബോഡി. 3. സെക്രീറ്റ് ഹിസ്റ്റാമിൻ. 4. അലർജിക് റിയാക്ഷൻസ്. 5. ഫാഗോസൈറ്റിക് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ ഓർഗാനിസംസ്. ചേരുംപടി ചേർക്കുക. 2 കോളം തന്നിട്ടുണ്ട്. രക്തകോശങ്ങൾ, ധർമ്മം. രക്തകോശങ്ങളിൽ എ. ന്യൂട്രോഫിൽ, ബി. ബേസോഫിൽ, സി. എസ്നോഫിൽ, ഡി. ലിംഫോസൈറ്റ്. ധർമ്മം: 1. ശ്വസനവാതകങ്ങളുടെ സംവഹനം. 2. ശരീരത്തിൻ്റെ പ്രതിരോധ പ്രതികരണങ്ങൾ. 3. ഹിസ്റ്റമിൻ സ്രവിപ്പിക്കുന്നു. 4. അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. 5. ശരീരത്തിൽ എത്തിച്ചേരുന്ന സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. ചേരുംപടി ചേർക്കുമ്പോൾ എ കോളം അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് എന്ന കോളം അതേപടി എഴുതുകയും പിന്നീട് ഫങ്ഷൻസ് എന്ന കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് മാച്ച് ചെയ്യുകയും ചെയ്യുക. ബ്ലഡ് സെൽസ്: എ. ന്യൂട്രോഫിൽ. ഫങ്ഷൻസ്: 5. ഫാഗോസൈറ്റിക് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ ഓർഗാനിസംസ്. ബി. ബേസോഫിൽ. ഫങ്ഷൻ: സെക്രീറ്റ് ഹിസ്റ്റാമിൻ. സി. എസ്നോഫിൽ. ഫങ്ഷൻ: അലർജിക് റിയാക്ഷൻസ്. ഡി. ലിംഫോസൈറ്റ്സ്. Function: immune responses of the body. Question number 8. The given diagram represents a section of small intestinal mucosa. A. Identify the structure labeled as A and B. B. State one function of each structure. നൽകിയിരിക്കുന്ന ചിത്രം ചെറുകുടലിൻ്റെ ശ്ലേഷ്മപാളിയുടെ ഛേദത്തെ പ്രതിനിധീകരിക്കുന്നു. എ. എ, ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ബി. ഇവ ഓരോന്നിൻ്റെയും ഓരോ ധർമ്മം പരാമർശിക്കുക. ആൻസർ 8. എ പാർട്ട്. സ്ട്രക്ചർ ലേബിൾഡ് എ ആൻഡ് ബി. എ ഈസ് വില്ലൈ, ബി ഈസ് ലാക്റ്റിയൽ. ആൻസർ ഫോർ ബി. വില്ലൈ increases surface area for absorption. Lacteal helps in absorption of fatty acid, glycerol, etc. There are small finger-like projections inside the small intestine called villi. Villi increases surface area for absorption.
ദഹിച്ച ആഹാരപദാർത്ഥങ്ങളായ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്സ്, വാട്ടർ, മിനറൽ അയോൺസ് എന്നിവയെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ട സർഫസ് ഏരിയ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് വില്ലസുകൾ സഹായിക്കുന്നു. എന്നാൽ ലാക്റ്റിയൽസ് ഫാറ്റി ആസിഡിനെ അല്ലെങ്കിൽ കൈലോമൈക്രോൺസിനെ, ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോളുമായി കൂടിച്ചേർന്ന് കൈലോമൈക്രോൺസ് എന്ന തന്മാത്ര ഉണ്ടാകുന്നു. ഈ കൈലോമൈക്രോൺസിനെ ആഗിരണം ചെയ്യുന്നതിന് ലാക്റ്റിയലുകൾ സഹായിക്കുന്നു. Question number 9. Name the different respiratory centers situated in brain. Explain their role in maintaining and moderating the respiratory rhythm. മസ്തിഷ്കത്തിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ ശ്വസന കേന്ദ്രങ്ങൾ ഏതെല്ലാം? ശ്വസന താളം നിലനിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിലും അവയുടെ പങ്ക് വിശദീകരിക്കുക. Answer for 9. Respiratory rhythm center present in the medulla region is the primary center for breathing regulation. Pneumotaxic center present in the pons region of the brain moderate the activity of this respiratory rhythm center. Another chemosensitive area adjacent to respiratory rhythm center is activated by high concentration of carbon dioxide and H+ ions. തലച്ചോറിലെ മെഡുല റീജിയനിൽ കാണുന്ന റെസ്പിറേറ്ററി റിതം സെൻ്ററാണ് ബ്രീത്തിങ് റെഗുലേഷന് സഹായിക്കുന്ന ആദ്യത്തെ സെൻറ്റർ. രണ്ടാമത്തേത് ന്യൂമോടാക്സിക് സെൻ്ററാണ്. അത് പോൺസ് റീജിയനിലാണ് കാണുന്നത്. തലച്ചോറിലെ പോൺസ് റീജിയനിലാണ് കാണുന്നത്. അത് റെസ്പിറേറ്ററി റിതം സെൻറ്ററിൻ്റെ ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേത് കീമോ സെൻസിറ്റീവ് ഏരിയ ആണ്. ഇത് റെസ്പിറേറ്ററി റിതം സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് സാധാരണയായി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും ഹൈഡ്രജൻ അയോൺസിൻ്റെ അളവും കൂടുമ്പോഴാണ്. Question number 10. Musca domestica is the binomial nomenclature of housefly. A. Identify the generic name and specific epithet. B. Mention the phylum and class of Musca domestica. ഈച്ചയുടെ ജീവശാസ്ത്ര നാമമാണ് മസ്ക ഡൊമസ്റ്റിക്ക. എ. ഇതിൽ ജീനസ് നാമം, സ്പീഷീസ് നാമം ഏതെന്ന് എഴുതുക. ബി. മസ്ക ഡൊമസ്റ്റിക്ക ഉൾപ്പെടുന്ന ഫൈലവും ക്ലാസും ഏത്? Answer for 10. Musca domestica is the scientific name of housefly. Generic name is Musca. അതിൽ ക്യാപിറ്റൽ ലെറ്റർ M വേണമെന്നുള്ളത് നിർബന്ധമാണ്. സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിമാണ് ഡൊമസ്റ്റിക്ക. അതിൽ സ്മോൾ ലെറ്റർ D ആണ് വേണ്ടത്. ആൻസർ ഫോർ ബി. Musca domestica belongs to phylum Arthropoda, class Insecta. Question number 11. A. Identify the tissue and state its main function. ചിത്രം നിരീക്ഷിച്ച് നിങ്ങൾ ഇത് ഏത് ടിഷ്യൂ ആണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഫങ്ഷൻ എഴുതുകയും വേണം. ബി. റൈറ്റ് 2 regions in human body where you can find this tissue. Question number 11. A. കലയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രധാന ധർമ്മം പ്രസ്താവിക്കുക. ബി. മനുഷ്യ ശരീരത്തിൽ ഈ കലയെ കണ്ടെത്താൻ കഴിയുന്ന 2 ഭാഗങ്ങൾ എഴുതുക. ആൻസർ ഫോർ 11A ഈസ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. പിക്ചറിൽ കാണുന്ന ടിഷ്യൂ കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. ഇതെവിടെയാണ് കാണുന്നത് നോക്കാം. ആൻസർ ഫോർ ബി. ഡ്രൈ സർഫസ് ഓഫ് സ്കിൻ, മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ്, പാൻക്രിയാറ്റിക് ഡക്ട് എക്സെട്ര. ഇതിലേതെങ്കിലും 2 റീജിയൻ എഴുതിയാൽ മതി. 2 ഭാഗങ്ങളിൽ കാണുന്നത് എഴുതിയാൽ മതി. Question number 12. The following is the pathway of sound waves in the process of hearing. Fill in the blanks with the appropriate terms given in the box. ബോക്സിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസിലാർ മെംബ്രെയിൻ, ഇയർ ഒസിക്കിൾസ്, ടിംപാനം, യൂട്രിക്കിൾ, ടെക്ടോറിയൽ മെംബ്രെയിൻ. ഫ്ലോ ചാർട്ട്. പിന്ന, ഓഡിറ്ററി കനാൽ, എ, ബി, ഓവൽ വിൻഡോ, ഫ്ലൂയിഡ് ഓഫ് കോക്ലിയ, സി, ഹെയർ സെൽസ്, ഡി, ഓഡിറ്ററി നെർവ്സ്, ബ്രെയിൻ. ഈ ഫ്ലോ ചാർട്ടിൽ എ, ബി, സി, ഡി എന്നിവ എഴുതുക. ഈ ചോദ്യത്തിൻ്റെ മലയാളം നോക്കാം. ശ്രവണ പ്രക്രിയയിലെ ശബ്ദതരംഗങ്ങളുടെ സഞ്ചാരപാത താഴെ നൽകിയിരിക്കുന്നു. ബോക്സിൽ നൽകിയിരിക്കുന്ന ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ബോക്സിൽ തന്നിരിക്കുന്ന വാക്കുകൾ ബേസിലാർ സ്തരം, കർണാസ്ഥികൾ, കർണപടം, യൂട്രിക്കിൾ, ടെക്ടോറിയൽ സ്തരം. ഫ്ലോ ചാർട്ട് നോക്കാം. ചെവിക്കുട, കർണനാളം, എ, ബി, ഓവൽ വിൻഡോ, കോക്ലിയയിലെ ദ്രാവകം, സി, രോമകോശങ്ങൾ, ഡി, ആഗമന തന്തുക്കൾ, മസ്തിഷ്കം.
ഇവയിൽ എ, ബി, സി, ഡി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ ഈസ് ടിംബാനം, ബി ഇയർ ഒസിക്കിൾസ്, സി ബേസിലാർ മെംബ്രെയിൻ, ഡി ടെക്ടോറിയൽ മെംബ്രെയിൻ. ഫ്ലോ ചാർട്ട് ഒന്നുകൂടി നോക്കാം. പിന്ന, ഓഡിറ്ററി കനാൽ, ടിംബാനം, ഇയർ ഒസിക്കിൾസ്, ഓവൽ വിൻഡോ, ഫ്ലൂയിഡ് ഓഫ് കോക്ലിയ, സി ബേസിലാർ മെംബ്രെയിൻ, ഹെയർ സെൽസ്, ഡി ടെക്ടോറിയൽ മെംബ്രെയിൻ, ഓഡിറ്ററി നെർവ്സ്, brain. Question number 13. If the head of cockroach is cut off, it will still live for as long as 1 week. Justify. പാറ്റയുടെ ശരീരത്തിൽ നിന്നും തല മുറിച്ചു മാറ്റിയാലും അത് ഒരാഴ്ചയോളം ജീവിക്കും. ന്യായീകരിക്കുക. The nervous system of cockroach spread throughout the body. The head of cockroach holds a small portion of nervous system while the rest is situated along the ventral part of its body. So it can survive for a long time even after cutting its head. Question number 14. Diagrammatic representation of impulse through an axon is given. Explain how an action potential develops. ഒരു ആക്സോണിലൂടെയുള്ള ആവേഗത്തിൻ്റെ പ്രസരണം കാണിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ന്യൂറോണുകളിൽ പ്രവർത്തനശേഷി അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുക. Resting neuron is electrically polarized, known as resting potential. When stimulus is applied, the membrane of neuron becomes freely permeable to Na+. Influx of Na+ leads to reversal of polarity. This leads to depolarization of axonal membrane. This produce action potential. മറ്റൊരു തരത്തിലും എഴുതാം. Depolarization of axon membrane produce action potential. Question number 15. Complete the following table. Genus name, common name, 2 ടേബിൾ തന്നിട്ടുണ്ട്. വ്യൂക്കറേറിയ, ബി ഫെറീറ്റിമ, ഡി. കോമൺ നെയിമിൽ എ സിൽക്ക് വേം, സി ഹണി ബി. ഇങ്ങനെ ജീനസ് നെയിമിലും കോമൺ നെയിമിലും വ്യത്യസ്തമായി ഫില്ല് ചെയ്യാൻ 2 കോളം വീതമുണ്ട്. അതിൽ എ, ബി, സി, ഡി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പട്ടിക പൂർത്തിയാക്കുക. ജീനസ് പൊതുവായ നാമം വ്യൂക്കരേറിയ, ബി ഫെറിറ്റിമ, ഡി. ഇങ്ങനെ 4 എണ്ണമാണ് ജീനസിൽ തന്നിരിക്കുന്നത്. പൊതുവായ നാമത്തിൽ തന്നിരിക്കുന്നത് എ പട്ടുനൂൽ പുഴു, സി തേനീച്ച. ഇതിൽ എ, ബി, സി, ഡി എന്നിവ പൂരിപ്പിക്കുക. ആൻസർ ഫോർ 15. Genus name, common name, Wuchereria, filarial worm, Bombyx, silkworm, Ferritima, earthworm, Apis, honeybee. Question number 16. Distinguish between diabetes insipidus and diabetes mellitus. ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഡയബറ്റിസ് മെലിറ്റസും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക. Difference between diabetes insipidus and diabetes mellitus. Diabetes insipidus. Excess loss of water through urine due to secretion of vasopressin or ADH, antidiuretic hormone, is called diabetes insipidus. Excess loss of water through urine due to secretion of antidiuretic hormone is called diabetes insipidus. Whereas diabetes mellitus, increase in amount of glucose in blood due to low secretion of insulin. Question number 17. Comment on the symmetry of phylum Porifera and phylum Echinodermata. Name the system of transport of food in the members of these phylums. ശരിക്കും ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഫൈലംസ് എന്നാണ്. അത് തെറ്റാണ്. ഫൈല എന്നുള്ളതാണ് പ്ലൂറൽ. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫൈലം എന്നുള്ളത് സിംഗുലറും ഫൈല എന്നുള്ളത് പ്ലൂറലുമായി ഉപയോഗിക്കണം. The symmetry in phylum Porifera is asymmetry. There is no symmetry in phylum Porifera, so it is called asymmetry. In phylum Echinodermata, radial symmetry can be seen. The system of transport of food in phylum Porifera is water canal system. In phylum Echinodermata is water vascular system. Part 3. Answer any 3 questions from 18 to 22.
ഈച്ച് ക്യാരീസ് 3 സ്കോർസ്. 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക. 3 സ്കോർ വീതം. 3 × 3 9. Question number 18. Graphical representation of electrical activity of the heart while it is working is given. Write down the different activities of the heart represented by the peaks from P to T. ഹൃദയം പ്രവർത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന പ്രത്യേക വൈദ്യുത പ്രവർത്തനത്തിൻ്റെ രേഖാചിത്രം നൽകിയിരിക്കുന്നു. പി മുതൽ ടി വരെയുള്ള ഓരോ ഉച്ചസ്ഥാനവും പ്രതിനിധീകരിക്കുന്നത് എന്തിനെ? P wave represents electrical excitation or depolarization of the atria. QRS complex represents depolarization of ventricles or ventricular contraction or ventricular systole. T wave represents repolarization of ventricles or the return of the ventricles from excited to normal state. Question number 19. Enlist 3 differences between red muscle fiber and white muscle fibers. ചുവന്ന പേശീനാരുകളും വെളുത്ത പേശീനാരുകളും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുക. Difference between red muscle and white muscle. Red muscle is reddish in appearance, whereas white muscle is whitish in appearance. Red muscle contains high amount of myoglobin, whereas white muscle contains low amount of myoglobin. In red muscle, large number of mitochondria present. In white muscle, less number of mitochondria present. Red muscle can undergo prolonged contraction without fatigue, whereas white muscle become fatigue in short periods. Question number 20. A. Identify the level of protein structure in the given diagram. B. Name 2 levels of protein structure which are not 3-dimensional. C. Give an example for protein having quaternary structure and justify your answer. മലയാളത്തിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 20A. തന്നിരിക്കുന്ന ചിത്രത്തിലെ പ്രോട്ടീൻ ഘടനയുടെ തലം ഏത്? ബി. ത്രിമാന സ്വഭാവം ഇല്ലാത്ത 2 തലത്തിലുള്ള പ്രോട്ടീൻ ഘടനകൾ ഏതൊക്കെ? സി. ക്വാട്ടർണറി തലത്തിൽ ഘടനയുള്ള പ്രോട്ടീന് ഒരു ഉദാഹരണം നൽകുകയും നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുകയും ചെയ്യുക. Answer for question number 20. A. Level of protein structure given in the diagram is tertiary structure of protein. So A is tertiary structure. 2 protein structures which are not 3-dimensional are primary structure of protein and secondary structure of protein. C. Example for quaternary structure of protein is hemoglobin. It contains 4 polypeptides, 2 subunits of alpha polypeptides and 2 subunits of beta polypeptides. Hemoglobin is an example for quaternary structure of protein. Question number 21. Write any 3 differences between chordates and non-chordates. കോഡേറ്റുകളും നോൺ കോഡേറ്റുകളും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ എഴുതുക. കോഡേറ്റ. Notochord is present. In non-chordata, notochord is absent. In chordata, pharynx is perforated by gill slits. In non-chordates, gill slits are absent. In chordata, heart is ventral. In non-chordates, heart is dorsal. In chordates, postanal tail is present, whereas in non-chordates, postanal tail is absent. Question number 22. By selecting appropriate terms from the bracket, complete the given table which is related with excretory system. The terms are urea, mammals, uricotelic, bony fish, ammonotelic, uric acid, snails. 3 columns ഉണ്ട്. Types of secretion. Second column nitrogenous waste. Third column example. Types of secretion. First column A. Ureotelic. B.
നൈട്രോജീനസ് വേസ്റ്റ് അമോണിയ. എക്സാമ്പിൾ ഇ, എഫ്, ബേർഡ്സ്. ഈ 3 കോളത്തിലുമായി എ, ബി, സി, ഡി, ഇ, എഫ് എന്നിവ പൂരിപ്പിക്കുക. ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതി വിസർജന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. നൽകിയിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂറിയ, സസ്തനികൾ, യൂറിക്കോട്ടേലിക്, അസ്ഥിമത്സ്യങ്ങൾ, അമോണോട്ടേലിക്, യൂറിക് ആസിഡ്, ഒച്ചുകൾ. 3 കോളം ഏതൊക്കെയാണെന്ന് നോക്കാം. വിഭാഗം, രണ്ടാമത്തേത് നൈട്രജൻ മാലിന്യം, മൂന്നാമത്തേത് ഉദാഹരണങ്ങൾ. വിഭാഗത്തിൽ തന്നിരിക്കുന്നത് എ യൂറിയോടെലിക്, ബി. എയും ബിയും ഫില്ല് ചെയ്യണം. നൈട്രജൻ മാലിന്യത്തിൽ തന്നിരിക്കുന്നത് അമോണിയ, സി, ഡി. സി, ഡി പൂരിപ്പിക്കണം. ഉദാഹരണങ്ങൾ ഇ, എഫ്, പക്ഷികൾ. ഇ, എഫ് പൂരിപ്പിക്കണം. സോ ആകെ ഈ ചോദ്യത്തിൽ എ, ബി, സി, ഡി, ഇ, എഫ് എന്നിങ്ങനെയുള്ള ലെറ്റേഴ്സ് തന്നിരിക്കുന്ന ഭാഗങ്ങൾ 3 കോളത്തിലേതായി പൂരിപ്പിക്കണം. ആൻസർ ഫോർ 22. ഈ ക്വസ്റ്റ്യനിൽ 3 കോളംസാണ് തന്നിരിക്കുന്നത്. ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ, നൈട്രോജീനസ് വേസ്റ്റ്, എക്സാമ്പിൾ. So first we have to write types of excretion. Type of excretion A is ammoniotelic. Nitrogenous waste is ammonia. Example E is snail. Second column ureotelic. Nitrogenous waste is C, urea. Example is F, mammals. Third column type of excretion is B, uricotelic. Nitrogenous waste D is uric acid and example is birds. ഇതോടെ 2022 ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി സുവോളജി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുനൂസ് ബയോസ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സുനൂസ് ബയോസ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.